ബി.ജെ.പി. നേതാവ് സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, വയനാട്ടിൽ ഒരു സീറ്റിൽ വിജയിക്കുന്നതിന് വേണ്ടി ഭീകര സംഘടനകളുടെ സഹായം തേടിയിരിക്കുകയാണ്, സംഘടനയുടെ സഹായം തേടിയിരിക്കുകയാണ് കോൺഗ്രസ്. പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം തേടി എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്ത് വസ്തുതകളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുന്നത്? പോപ്പുലർ ഫ്രണ്ടുകാർ പരസ്യമായി പത്രസമ്മേളനം വിളിച്ചിട്ടല്ലേ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചത്? 2 ദിവസം കഴിയേണ്ടി വന്നില്ലേ ഞങ്ങൾക്ക് പിന്തുണ വേണ്ട എന്നൊരു പത്രസമ്മേളനം നടത്തി മറുപടി പറയാൻ? അത് മാത്രമല്ല, ഒരു വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ട സംഘടനയും അത് നിരോധിച്ചു കഴിഞ്ഞതുമാണല്ലോ സന്ദീപ് വാര്യർ. പോപ്പുലർ ഫ്രണ്ട് എവിടെയാണ് വാർത്താ സമ്മേളനം നടത്തി പിന്തുണ പ്രഖ്യാപിച്ചത്? SDP പിന്നെ എന്താണ്? SDP-യുടെ നേതാക്കന്മാരായിട്ടിരിക്കുന്നവരാരാണ്? പോപ്പുലർ ഫ്രണ്ടുകാരല്ലേ? പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമല്ലേ SDP? താങ്കൾക്ക് സംശയമുണ്ടോ? അല്ല, അങ്ങനെ സംശയമുണ്ടെങ്കിൽ SDPI എന്ന സംഘടന നിരോധിക്കപ്പെട്ട സംഘടനയല്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരെയും നേതാക്കളെയും എല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഏജൻസി തന്നെയല്ലേ പിടികൂടുകയും ജയിലിലടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പട്ടികയിലേക്ക് വരാത്ത, പിടികൂടപ്പെടാത്ത നേതാക്കൾ നിരോധിതമല്ലാത്ത ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയും ആ സംഘടന നിലപാട് വ്യക്തമാക്കുകയും ചെയ്താൽ അതിനെ ഇങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ടും ഭീകര സംഘടനയും എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക? SDP എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമാണ്. SDP നിരോധിക്കപ്പെടാത്തത്, ആ നിരോധനത്തിന്റെ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നുള്ള സാങ്കേതികമായ കാരണം കൊണ്ട് മാത്രമാണ്. SDP-യുടെ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ളവർ ജയിലിലുണ്ട്. അതറിയാത്തതാണോ താങ്കൾക്ക്? ഇവിടെ SDP തന്നെയാണല്ലോ മൂവാറ്റുപുഴയിലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ പ്രതിയെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിപ്പിച്ചത് വാഴക്കുളം ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന്. അതെന്താ മറന്നുപോയോ? ഈ ഭീകരപ്രവർത്തനത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടുക എന്ന ഭീകരപ്രവർത്തനത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുള്ള അനസിനെ വാഴക്കുളത്തെ ബ്ലോക്ക് ഡിവിഷനിൽ നിന്ന് ജയിപ്പിച്ച സംഘടനയുടെ പേരെന്താ? SDPI. പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ് SDPI. ആരും വൈറ്റ് വാഷ് ചെയ്യാൻ നിൽക്കണ്ട. ആ പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ വേണ്ട, അല്ലെങ്കിൽ വോട്ട് വേണ്ട എന്ന് ഈ നിമിഷം വരെ കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. പകരം SDP-യുടെ പിന്തുണ ആവശ്യമില്ല എന്ന് 2 ദിവസം കഴിഞ്ഞ് ഒഴുക്കൻ മട്ടിൽ പറയുകയല്ലാതെ തൃശ്ശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K. മുരളീധരൻ, കൊല്ലത്ത് പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള UDF സ്ഥാനാർത്ഥികളൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ആ വോട്ട് വേണമെന്നാണ്. വോട്ട് വേണ്ടെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. മാത്രമല്ല, വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ആ പ്രവർത്തനത്തിൽ പങ്കാളിയായിട്ടുള്ള ഒരാൾ എന്ന നിലയ്ക്ക്, BJP-യുടെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും, UDF-ന്റെ പ്രവർത്തനത്തിലുടനീളം പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരുടെ സാന്നിധ്യം UDF-ന്റെ പ്രവർത്തനത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പലയിടത്തും നേതൃത്വം കൊടുത്തത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. ബൂത്തിലിരിക്കാൻ പോലും പോപ്പുലർ ഫ്രണ്ടുകാരുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും. ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഉന്നയിക്കുന്ന ആരോപണമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരുടെ സഹായം. ഇതെല്ലാം വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് UDF-ന് കിട്ടിയിട്ടുണ്ട്, രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു തർക്കവും കാര്യത്തിലില്ല. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഞങ്ങളത് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഉന്നയിച്ചിട്ടുള്ള വിഷയമാണ്. പക്ഷേ അപ്പോഴും ശ്രീ സന്ദീപ് വാര്യർ, അതായത് താങ്കൾ പറയുന്നു SDPI എന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ സംഘടനയാണ് എന്ന്. അങ്ങനെ ഒരു പരാമർശമല്ല SDPI പിന്തുണച്ചു എന്നുള്ളതല്ല. പ്രധാനമന്ത്രി വളരെ കൃത്യമായി പോപ്പുലർ ഫ്രണ്ട് എന്ന് തന്നെ പറയുന്നു എന്നുള്ളത് ഒരു ഭാഗത്ത്. 2, പോപ്പുലർ ഫ്രണ്ട് UDF-ന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അത് വേണ്ട എന്ന് UDF കൃത്യമായി പറയുന്നു. മാത്രവുമല്ല, ഇപ്പോൾ വോട്ട് ആർക്ക് ചെയ്യണം എന്നത് ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് വേണ്ട എന്ന് പറയുക എന്നതാണല്ലോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമാകുന്ന ഒന്ന്. അതിനപ്പുറത്ത് പോളിംഗ് ബൂത്തിൽ പോയി ഒരാൾ വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്ത് അയാളെ തടയുക, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവർത്തകർ വോട്ട് ചോദിച്ച് ഈ UDF നേതാക്കൾക്ക് വേണ്ടി എത്തിയാൽ അതിനെ അവിടെ എത്തി തടയുക, ഇതൊന്നും സാധ്യമല്ല. പക്ഷേ സംഘടന വളരെ കൃത്യമായി പറഞ്ഞതാണ് വോട്ട് വേണ്ട. അത്തരത്തിലുള്ള ഒരു തീവ്രവാദ സംഘടനകളുടെയും തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നവരുടെയും ഒന്നും വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറയുന്ന ഒരു ക്ലിപ്പ് ന്യൂസ് 18-ന്റെ കൈവശമുണ്ടെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാമോ? ഈ നിമിഷം പിന്തുണ വേണ്ട എന്നേ പറഞ്ഞിട്ടുള്ളൂ, വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് പിന്തുണ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല എന്നേ പറഞ്ഞുള്ളൂ. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഒരു വോട്ട് ചെയ്യുക എന്നത് സ്വാതന്ത്ര്യമല്ലേ? അല്ലല്ലല്ല, 2-2 വോട്ട് വേണമെന്നാണ് പറഞ്ഞത്. മുരളീധരൻ പറഞ്ഞത് വോട്ട് വേണമെന്നാണ്. പ്രേമേന്ദ്രൻ പറഞ്ഞത് വോട്ട് വേണമെന്നാണ്. വോട്ട് വേണ്ട എന്ന് കോൺഗ്രസ് പറഞ്ഞ ഒരു വരി പ്രസ്താവന നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ കേഡർമാരെ ഇപ്പോ കോൺഗ്രസിലേക്ക് ഉൾക്കൊണ്ടിരിക്കുകയാണ്. UDF-ന്റെ പ്രവർത്തനങ്ങളിൽ പലയിടത്തും പോപ്പുലർ ഫ്രണ്ടുകാരാണ് കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നിലമ്പൂർ ഭാഗത്ത്, എടക്കരയിലെ പഴയകാല പോപ്പുലർ ഫ്രണ്ടുകാര്, നിരോധിത സംഘടനയുടെ ഭാഗമായിരുന്നവർ പലരും ഇപ്പോ കോൺഗ്രസിന്റെ ബാഡ്ജ് മണികൊണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. പരസ്യമായി പോപ്പുലർ ഫ്രണ്ട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇവിടെ രംഗത്തിറങ്ങി. നിലമ്പൂർ, എടക്കര, എഴുതി വെച്ചോ, വണ്ടൂർ,
അതുപോലെ തന്നെ ഏറനാട്ടിലെ ചില ഭാഗങ്ങൾ, കൽപ്പറ്റയിലെ ചില പ്രദേശങ്ങളിൽ, മാനന്തവാടിയിലെ ചില പ്രദേശങ്ങളിൽ, ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും പോപ്പുലർ ഫ്രണ്ടുകാർ പരസ്യമായിട്ടാണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി പ്രവർത്തിച്ചത്. അതിനും നേതൃത്വം കൊടുത്തിട്ടുള്ളത് സിദ്ദീഖ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാരാണ്. ഈ പോപ്പുലർ ഫണ്ടുമായി എല്ലാ തരത്തിലുള്ള സഹായവും പോപ്പുലർ ഫണ്ടിന്റെ വാങ്ങി തന്നെയാണ് രാഹുൽ ഗാന്ധി മത്സരിച്ചത്. ഇത്തവണ വയനാട്ടിൽ കാര്യങ്ങൾ സുരക്ഷിതമല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഭീകരവാദ സംഘടനകളുടെ എല്ലാം പിന്തുണ സ്വീകരിച്ചിട്ടുള്ളത്. അതിലൊരു തർക്കവും വേണ്ട. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ MLA IC ബാലകൃഷ്ണൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ ശ്രദ്ധിച്ചു കാണും, പ്രധാനമന്ത്രിയുടെ ആരോപണം എന്നത് വയനാട്ടിൽ വിജയിക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ സംഘടനയുടെ പിന്തുണ തേടി കോൺഗ്രസ് എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. അതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ ആണ് ഇപ്പോൾ ന്യൂസ് 18നോട് പ്രതികരിച്ചുകൊണ്ടിരുന്നത്. അത് വ്യക്തമായി